ബോട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏതാണെന്ന്. നിങ്ങൾ ഊഹിച്ച പോലെ തന്നെ ബക്രാത്ത് റൂഷ്. ബക്രാത്ത് റൂഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലിലെ ടോപ്പ് മോസ്റ്റ് കമ്പനികളിലൊന്ന്. അവരെ 25th ആനിവേഴ്സറിക്ക് അവർ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, ബക്രാത്ത് റൂഷ് 540 എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പെർഫ്യൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മെയിൻലി സഫ്രോൺ ആണ് ഇതിൻ്റെ മെയിൻ നോട്ട്. പിന്നെ ബർഗാമോട്ട് ഉണ്ട്, അതുപോലെ സിദാർവുഡ് ഉണ്ട്. ഇതൊരു വൂഡി പെർഫ്യൂമാണ്. ഈ വൂഡി പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഒരു അങ്ങേ തലയിലുള്ള ഒരു പെർഫ്യൂമാണ് ഈ ബക്രാത്ത് റൂഷിൻ്റെ 540 എന്ന് പറയുന്നത്. നമുക്കതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. റൂഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചിൽ റെഡ് എന്നാണ് അർത്ഥം. റെഡ് ക്രിസ്റ്റലിൻ്റെ റിച്ച്നെസ് ഫുള്ള് നമുക്ക് ഈ പെർഫ്യൂമിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അതാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ബക്രാത്ത് റൂഷ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഒറിജിനൽ ഏകദേശം ഒരു 25,000 to 30,000 അത്രയും വരും 100 ml ബോട്ടിലിന്. പക്ഷേ എല്ലാവർക്കും ഒന്നും അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നിങ്ങളൊന്നുകൂടെ ടെൻഷൻ അടിക്കേണ്ട, എൻ്റെ കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങൾക്ക് ഒറിജിനലിൻ്റെ ക്വാളിറ്റിയുള്ള ക്ലോൺ ക്രിയേറ്റ് ചെയ്ത് തരാം. ഓക്കെ, കോപ്പിയല്ല, ക്ലോൺ കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അതിന് ഇൻസ്പയർഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലത്തെ നമ്മുടെ FT സെൻറ്റിൻ്റെ ബ്രാൻഡ് നെയിമുള്ള ബോട്ടിലുകളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ മിക്സ് ചെയ്ത് വെച്ച എൻ്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം അവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ സാൾട്ടാണ്, പെർഫ്യൂം സാൾട്ടാണിത്. ഓക്കെ, ഒന്ന് മെൽറ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്കതൊന്ന് മെൽറ്റ് ചെയ്യാം. അത് സാധാരണ ഇൻഗ്രീഡിയൻ്റ് പോലെയല്ല, സ്പെഷ്യലായതുകൊണ്ട് ഇതുപോലെയുള്ള പ്രിഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസിൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നതാണിത്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി കിട്ടില്ല, കുറച്ച് സമയമെടുക്കും. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റപ്പിൽ ചെയ്യുന്നത്. നോർമലി നമ്മളിത് കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ അത് മെഷീനറി വെച്ചിട്ടാണ് ചെയ്യുക. ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഏതൊരു ബിസിനസ്സിനും ഒരു സീക്രട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് തൽക്കാലം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറഞ്ഞു തരാൻ യാതൊരു മാർഗ്ഗവുമില്ല. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെർഫ്യൂമറി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോ. എൻ്റെ ഇവിടെ 1 day കോഴ്സ് ഉണ്ട്, 30,000 വാല്യൂ ഉള്ള. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരം പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു തരും. ഇനി അതിൻ്റെ മാസ്റ്ററി കോഴ്സ് ഉണ്ട് 2.5 ലക്ഷം രൂപേൻ്റെ, ഒരു മാസമുള്ള. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കുറച്ചൊരു ഓവർഫ്ലോ ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു റൂഷ് എന്ന് പറഞ്ഞാൽ റെഡാണെന്ന്. നമുക്കിതൊന്ന് കളറ് കുറച്ച് റെഡിലേക്ക് മാറ്റാം. ഞാനൊരു ചിത്രകാരനല്ല, അതുകൊണ്ട് തന്നെ കളറിനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു സെൻസൊന്നുമില്ല. നമുക്ക് നോക്കാം എന്ത് കളറായി മാറുമെന്നുള്ളത് കേട്ടോ. അല്ലെങ്കിലും ഈ കളറിലെല്ലാം എന്തിരിക്കുന്നു, നമ്മുടെ മനസ്സ് തന്നാൽ പോരെ. അപ്പം നല്ലൊരു കളറായി മാറിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. തൽക്കാലം നമുക്ക് ഈ ഒരു ക്യാപ്പ് ഇടാം, ഇതൊന്ന് ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ. ഓക്കെ, സംഭവം വയലറ്റ് കളറാണായത്, എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ ബക്രാത്ത് റൂഷിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. ആക്ച്വലി ഇതിൻ്റെ കളറ് ഈ ഒരു കളറ് വരും, നമ്മുടെ ഈ ക്യാപ്പിൻ്റെ കളർ വരും. പക്ഷേ അത്രയും കളറ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ വൈറ്റ് ഡ്രസ്സിലെല്ലാം അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫെയ്ഡ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് കാരണം ഞാൻ അത്ര കളർ ചെയ്തില്ല. പക്ഷേ ഈ കളറും നല്ല ഭംഗിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളറിലെല്ലാം എന്ത് കാര്യം, നമ്മുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിലാണുള്ള കാര്യം. നിങ്ങൾ എന്താഗ്രഹിച്ചിട്ടാണോ
ഒരു പെർഫ്യൂം വാങ്ങുന്നത്, ആ ആഗ്രഹം ഈ പെർഫ്യൂം കൊണ്ട് നിങ്ങൾക്ക് ഫുൾഫില്ലാവും. അതിന് എൻ്റെ ഗ്യാരൻ്റി ഉണ്ട്.